എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സംസ്ഥാനതല സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷകൾ ഇന്ന് വൈകുന്നേരം 4 മണിക്ക് അവസാനിക്കും. അതായത് ഇനി ഏകദേശം 1 മണിക്കൂർ കൂടി മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് അപേക്ഷ നൽകാനായിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തുകൊണ്ട് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് hscap.kerala.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കാൻഡിഡേറ്റ് ലോഗിൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ സ്പോർട്സ് ലോഗിനോ അല്ലെങ്കിൽ നിങ്ങളുടെ അതായത് ഏത് കോട്ടയിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത്, മെറിറ്റ് കോട്ടയിലാണെങ്കിൽ കാൻഡിഡേറ്റ് ലോഗിൻ SWSൻ്റെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിക്കുക. സ്പോർട്സ് കോട്ടയിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ സ്പോർട്സ് കോട്ടയുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിക്കുക. ഏത് ജില്ലയിലാണ് അപ്ലൈ ചെയ്തത് ആ ജില്ല കൂടി സെലക്ട് ചെയ്ത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് സെൻഡ് OTP എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് OTP നിങ്ങളുടെ ഫോണിലേക്ക് വരുന്നതാണ്. രജിസ്ട്രേഷൻ ചെയ്ത ഫോണിലേക്കാണ് വരിക. അതായത് നിങ്ങൾ ഈ ഒരു +1 അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് നൽകിയുള്ള മൊബൈൽ നമ്പറിലേക്കാണ് വരിക. അപ്പോൾ ആ ഒരു OTP നൽകുക. നൽകിയ ശേഷം നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത ശേഷം അപ്ലൈ ഫോർ സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫർ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം അടുത്ത പേജിൽ നിങ്ങൾക്ക് വേണ്ട സ്കൂളിൻ്റെ കോഡ് നൽകുക. അതിനുശേഷം അതിൽ ഏത് കോഴ്സിലേക്കാണ് മാറേണ്ടത് ആ ഒരു കോഴ്സ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് ചെയ്യുക. അതിനുശേഷം അടുത്ത സ്കൂൾ ഏതാണ് വേണ്ടത് ആ ഒരു സ്കൂളിലെ കോഡ് കൊടുക്കുക. അതിനുശേഷം അടുത്ത കോഴ്സ് ഏതാണ് വേണ്ടത് അത് സെലക്ട് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള അതായത് അഡ്മിഷൻ ലഭിക്കാൻ താല്പര്യമുള്ള സ്കൂളും കോഴ്സുമായിരിക്കണം ഓപ്ഷനായിട്ട് ഉൾപ്പെടുത്തേണ്ടത്. അതുപോലെ നൽകുന്ന ഓപ്ഷൻ മാറിപ്പോയിട്ടില്ല എന്നുള്ളത് പ്രത്യേകം ഉറപ്പുവരുത്തേണ്ടതാണ്. കാരണം പല വിദ്യാർത്ഥികൾക്കും നൽകുന്ന ഓപ്ഷൻസ് മാറിപ്പോവാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ സയൻസ് വേണ്ടത് ഹ്യൂമാനിറ്റീസ് ഒക്കെ കൊടുത്തു പോവാറുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ അഡ്മിഷൻ എടുക്കുമെന്ന് ഉറപ്പുള്ള സ്കൂളും കോഴ്സുമായിരിക്കണം ഓപ്ഷനായിട്ട് ഉൾപ്പെടുത്തേണ്ടത്. ബയോളജി സയൻസിൻ്റെ സ്കൂളല്ല കോഴ്സ് കോഡ് 1 ആണ്. കമ്പ്യൂട്ടർ സയൻസിൻ്റേത് 5 ആണ്. അതുപോലെ കൊമേഴ്സിൻ്റേതാണെങ്കിൽ 36, 39 കൊമേഴ്സാണ് വരുന്നത്. ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ ഏകദേശം 10, 11 ആ ഒരു രീതിയിലൊക്കെ വരുന്നത് ഹ്യൂമാനിറ്റീസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സുകളിലേക്ക് വേക്കൻസി ഇല്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് ട്രാൻസ്ഫറിന് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികളുടെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് നാളെ വൈകുന്നേരത്തോടെ പ്രസിദ്ധീകരിക്കുന്നതാണ്. നിലവിൽ നിങ്ങൾ ഈ ഒരു അപേക്ഷ സമർപ്പിച്ചിട്ടില്ലെങ്കിൽ ഓൺലൈനായിട്ട് ഈ ഒരു അപേക്ഷ നൽകാനായിട്ട് ശ്രദ്ധിക്കുക. ഇന്ന് വൈകുന്നേരം 4 മണിക്ക് ശേഷം വെബ്സൈറ്റിൽ നിന്നും ആ ഒരു ലിങ്കുകളൊക്കെ ഒഴിവാക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ അപേക്ഷ സമർപ്പിക്കുക. ഒരു ഫോൺ വഴി നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ മറ്റൊരു ഫോണിലൂടെ ലോഗിൻ ചെയ്ത് നോക്കുക. കുറേ പ്രാവശ്യം നിങ്ങൾ ഇതേ രീതിയിൽ തന്നെ ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പിന്നീട് ആ ഒരു പേജ് ലഭിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഈ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ സെൻഡ് OTPയിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ആ ഒരു +1 അപേക്ഷ നൽകുന്ന സമയത്ത് നൽകിയിട്ടുണ്ടായിരുന്ന മൊബൈൽ നമ്പർ നൽകിയ ശേഷം അതായത് അതിലേക്ക് ഒരു OTP വരും. സെൻഡ് OTPയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ OTP വരും. അപ്പോൾ ആ ഒരു ഫോണിൽ വന്ന OTP നൽകി സബ്മിറ്റ് ചെയ്ത് അപ്ലൈ ഫോർ സ്കൂൾ കോഴ്സ് ട്രാൻസ്ഫർ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് താല്പര്യമുള്ള സ്കൂളിലേക്കും കോഴ്സിലേക്കും ഓപ്ഷൻ ഓരോന്ന് വീതം നൽകി സബ്മിറ്റ് ചെയ്യുക. അടുത്ത സ്കൂൾ കൊടുക്കുക, അടുത്ത കോഴ്സ് സെലക്ട് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ആദ്യം വേണ്ട സ്കൂളിൻ്റെ കോഡ് കൊടുത്ത് അതിനുശേഷം അവിടെ വേണ്ട കോഴ്സ് സെലക്ട് ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് ചെയ്യുകയും അതിനുശേഷം നൽകിയുള്ള ഓപ്ഷൻസ് ഒന്നും മാറിപ്പോയിട്ടില്ലല്ലോ, അതായത് സ്കൂളോ കോഴ്സോ മാറിപ്പോയിട്ടില്ലല്ലോ എന്നുള്ളത് ഒരു 2 പ്രാവശ്യം ചെക്ക് ചെയ്ത ശേഷം കൺഫർമേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ അത് ഡിക്ലറേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അത് ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫർമേഷൻ ബട്ടൺ ആക്റ്റീവ് ആവും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് കൺഫർമേഷൻ ചെയ്യുക. കൺഫർമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു നിങ്ങൾ നൽകിയുള്ള എല്ലാവിധ ഓപ്ഷൻസും കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ആ ഒരു ഓപ്ഷൻസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് ആയി എന്ന് മനസ്സിലാക്കാം. അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾക്ക് PDFൻ്റെ ഒരു സിമ്പിളും കാണാം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആ ഒരു ഓപ്ഷൻസ് നൽകിയുള്ള ഡീറ്റെയിൽസൊക്കെ കറക്റ്റായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതോടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റഡ് ആവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.